കഴിഞ്ഞ ദിവസം എൻ്റെ സെന്നിനുണ്ടായ ഒരു അപകടം നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് റോഡിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ എൻ്റെ നേരെ മദ്യപിച്ചുകൊണ്ട് ഒരാൾ വന്ന് വണ്ടി ഇടിച്ച് 10-20,000 രൂപയുടെ നഷ്ടമാണ് എൻ്റെ ആ ഒരു സെന്നിനുണ്ടാക്കി വെച്ചത്. ആ ഒരു വ്യക്തിയുടെ ഒരു ചെറിയ എമൗണ്ട് മാത്രമേ, ഏകദേശം ഒരു 5,000 രൂപ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു 5,000 രൂപ എനിക്ക് ലഭിക്കാനുള്ള ഒരു കാരണം എൻ്റെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡാഷ് ക്യാമറയാണ്. അതിൽ വ്യക്തമായിട്ട് ആ വ്യക്തി നമ്മുടെ നേരെ വന്ന്, അതായത് ഞാൻ വണ്ടി ചവിട്ടി നിർത്തി എൻ്റെ നേരെ വന്ന് ഇടിച്ചതിൻ്റെ എല്ലാ തെളിവുകളും ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ചെറിയ എമൗണ്ട് എങ്കിൽ ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടിയത്. അന്നാണ് ശരിക്കും എന്താണ് ഡാഷ് ക്യാമറ, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അന്നാണ് കൃത്യമായിട്ട് മനസ്സിലായത്. ഒരു അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു തെളിവ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഡാഷ് ക്യാമറ. നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക, അല്ലെ വണ്ടിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. കാരണം നമ്മുടെ ജീവൻ്റെ വിലയാണ് ഞാനീ പറയുന്നത്, നമ്മുടെ ജീവൻ്റെ വില. അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും കുറ്റക്കാരാവാൻ പാടില്ല. നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ പേര് വരുന്നത് സ്മാർട്ട് 4G ക്ലൗഡ് ഡാഷ് ക്യാം എന്നാണ്. സ്മാർട്ട് 4G എന്നുള്ളത് ഇതിലൊരു 4G സിം സപ്പോർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ക്യാമറ. അതേ നോക്കിയേ, ഇതിലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ട് ഇതിൻ്റെ അകത്തൂടെ തന്നെ നമ്മുടെ ഫ്രണ്ടും ബാക്കും കാണാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ടും ബാക്കും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം, നമുക്ക് 2 ക്യാമറയാണ് ഇതിൽ വരുന്നത്. ഇത് ഫ്രണ്ടും, അതായത് നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിക്കേണ്ട ക്യാമറയും, ഇത് നമ്മുടെ ബാക്കിലെ ബമ്പറിൽ സെറ്റ് ചെയ്യേണ്ട ഒരു ചെറിയ ക്യാമറയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് GPS. നമുക്ക് നമ്മുടെ വണ്ടിയുടെ കറണ്ട് ലൊക്കേഷൻ ഇപ്പോൾ നമ്മുടെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തു വിടുവാണ്, ബന്ധുക്കൾക്കോ കൂട്ടുകാർക്കൊക്കെ വണ്ടി കൊടുക്കുകയാണെങ്കിൽ വണ്ടി എങ്ങോട്ടാണ്, അവരിപ്പോൾ പറയും ഞാൻ തിരുവനന്തപുരം വരെ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാസർഗോഡിന് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ അറിയാൻ സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വയറിംഗ് കിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഈ ഒരു ഡാഷ് ക്യാമറ പിടിപ്പിക്കണമെങ്കിൽ ആവശ്യമായിട്ട് വരുന്നില്ല. ഈ ഒരു വയറിംഗ് കിറ്റിൽ തന്നെ ഫ്യൂസ് വരുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഫ്യൂസ് കേസിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ ഈ ഒരു ക്യാമറ നമ്മുടെ ബാക്കിലെ ബമ്പറിൽ പിടിപ്പിക്കാൻ പോവുകയാണ്. കണക്ഷനൊക്കെ വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ, അത് ജസ്റ്റ് ഈ ഒരു കപ്ലറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ബാക്ക് ക്യാമറയുടെ വയറിങ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഈ ഒരു രീതിയിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വയർ നമുക്ക് ഇവിടം വഴി വലിച്ച് ഈ ഒരു ഏരിയ കൂടെ കൊണ്ടുവന്ന് നേരെ നമ്മുടെ താഴെയായിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഫ്യൂസ് ബോക്സ് വരുന്നത്. നമ്മുടെ ഡാഷ് ക്യാമറയിൽ 3 വയറാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു യെല്ലോ, ഈ ഒരു റെഡ്, ഈ ഒരു ബ്ലാക്ക്. ഈ ഒരു യെല്ലോ എന്നുള്ളത് ഡയറക്റ്റ് ബാറ്ററി ലൈനാണ്. കാരണം ഈ ഒരു ക്യാമറ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യെല്ലോ ഡയറക്റ്റ് ബാറ്ററി കൊടുക്കണം. പിന്നെ റെഡും ബ്ലാക്കും, റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. അപ്പോൾ അത് കൊടുക്കാനായിട്ട് വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ വണ്ടിയിലെ കാർ സ്റ്റീരിയോ കാണും. ഇതേപോലെ യെല്ലോ, ബ്ലാക്ക്, റെഡ്, ഈ 3 വയർ കാണും. ഇതിൽ യെല്ലോ എന്നുള്ളത് ഡയറക്റ്റ് ബാറ്ററി, റെഡ് എന്നുള്ളത് ACC ആക്സസറീസ് എന്നാണ് ഈ വയറിന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു താക്കോൽ ഓണാക്കാൻ നേരം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓണാവുന്നതാണ് ഈ ഒരു റെഡ് വയർ. അതേപോലെ തന്നെ ബ്ലാക്ക് ഗ്രൗണ്ട്. നിങ്ങളുടെ വണ്ടി ഓൾട്ടോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഫ്യൂസ് ബോക്സിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് കുത്തിയാൽ മതി. നിങ്ങൾ ഈ കാണുന്ന നീല ടേപ്പ് കണ്ടോ, ഇത് നമ്മൾ GPS-ൻ്റെ ക്ലിപ്പാണ്. ജസ്റ്റ് അതിൽ ക്ലിപ്പ് ചെയ്തിട്ട് നേരെ ഇൻസുലേഷൻ ടേപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ വയറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒതുക്കി നമ്മുടെ ക്യാമറ നമ്മളിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഒരു ക്യാമറയിൽ മെമ്മറി കാർഡും സിം കാർഡും ഇടണം. തൊട്ട് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും സിം കാർഡും അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി കാർഡ് ഇടുന്ന സ്ലോട്ടുകളാണ്. അപ്പോൾ രണ്ടിൽ ഒരെണ്ണത്തിൽ ഞാൻ സിം കാർഡ് വിട്ടിട്ടുണ്ട്, ഒരെണ്ണത്തിൽ ഞാൻ മെമ്മറി കാർഡ് വിട്ടിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആ സിഗ്നൽ അവിടെ കാണിക്കും. ഇതുണ്ടോ, നമ്മുടെ ക്യാമറ അങ്ങനെ ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് 4G എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇത് നമ്മുടെ സിം കാർഡിൻ്റെ റേഞ്ചാണ്. തൊട്ടിപ്പുറം കാണിക്കുന്ന ലൊക്കേഷൻ്റെ GPS ആണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മുടെ ക്യാമറ റെക്കോർഡിംഗ് ആണ്. നമ്മുടെ സൗണ്ട് ഉൾപ്പെടെയാണ് റെക്കോർഡ് ആവുന്നത് നമ്മുടെ മെമ്മറി കാർഡിൽ. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ക്ലൗഡ് DVR എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ ക്യാമറ, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഇവിടെ FN എഴുതിയിരിക്കുന്നുണ്ടോ, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ക്യാമറയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഫ്രണ്ട് ക്യാമറ കാണാം. ലൊക്കേഷൻ കണ്ടോ, നമ്മുടെ വണ്ടി ഇപ്പോൾ കിടക്കുന്ന ആലപ്പുഴയിലാണ് കണ്ടോ. ആലപ്പുഴയിൽ നമ്മുടെ വണ്ടി കിടക്കുന്ന ലൊക്കേഷൻ, കറണ്ട് ലൊക്കേഷനാണ്. കളർ കോഡിലാണ്, നമ്മൾ കളർ കോഡ് ഉണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റിയിലാണ്, പള്ളാത്തുരുത്തിയുടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഫ്രണ്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഫോണിൽ നോക്കുവാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിൽ അവൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിവിടെ നിൽപ്പുണ്ട്. എൻ്റെ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഉണ്ടോ 170 ഡിഗ്രിയിലാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളും കാണാൻ സാധിക്കും. കൂടാതെ തന്നെ നമുക്ക് ആ ക്യാമറയുടെ അറ്റം വെച്ച് ടിൽറ്റ് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഉണ്ട് കണ്ടോ. നമുക്ക് മേലോട്ടും താഴത്തോട്ടും കണ്ടോ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ വണ്ടിയുടെ ബാക്കിലെ ക്യാമറ കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ.
കറക്റ്റ് പൊസിഷനാണ്. ഇത് നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന റിവേഴ്സ് ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ 2 ക്യാമറ ഇതിൽ വന്നിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 3 മീറ്റർ മാറിയും കൂടി നിൽക്കുവാണ്. എന്തോരം വൈഡിലാന്ന് നോക്കിയാൽ കിട്ടുന്നത്. കുറച്ച് ബാക്കോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതേ ഈ ഒരു അളവിൽ കണ്ടോ, അതെ ഇത്രയും ഡിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അടിപൊളിയാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരാഴ്ച ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ നമ്മുടെ മാരുതി 800-ൽ നമ്മൾ ഡാഷ് ക്യാമറ പിടിപ്പിച്ചിട്ട് ഇപ്പോൾ കൃത്യം 2 ആഴ്ച ആയിരിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു യൂസർ റിവ്യൂ കൂടാണ് നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. 24 മണിക്കൂറും നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാഷ് ക്യാമറ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വണ്ടി ഓഫായി കിടക്കുകയാണ്, എന്നാലും ഈ ക്യാമറ അതേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഉദാഹരണമാണ് കണ്ടോ, അതെ നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരെ ബാക്ക് ക്യാമറയോട്ടാക്കി കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടിയുടെ ബാക്ക്. നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിലെ ആൻഡ്രോയിഡ് സ്ക്രീനിൽ നമ്മൾ ഇത് വൈഫൈയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വിഷ്വൽ കാണാൻ സാധിക്കുന്നതാണ്. അതെ അവരുടെ ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ക്ലൗഡ് DVR എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. കാറിൻ്റെ ഉള്ളിലെ ആൻഡ്രോയിഡ് സ്ക്രീനിലും ലൈവായിട്ട് ഇതേപോലെ കാണാൻ സാധിക്കും. അപ്പോൾ അതെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ലൊക്കേഷൻ നോക്കി കാണിച്ചു കൊടുത്തേ, ഫ്രണ്ട് കാണിച്ചു കൊടുത്തേ, കണ്ടോ ആ ഒരു ലൊക്കേഷനിലെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫോണിൽ കിട്ടുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ബാക്ക് ക്യാമറ ഒന്നായി കാണിച്ചു തരാം. ബാക്ക് ക്യാമറ ഇട്ടാക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മുടെ വണ്ടി ഇപ്പോൾ കിടക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വഴിയിലാണ്. ഇത് കണ്ടോ, എൻ്റെ വീടാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സ്ക്വയർ. എൻ്റെ തൊട്ടടുത്തുള്ള വഴിയിൽ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപകടം വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്നതിന് മുന്നേ, ആർക്കും വരാതിരിക്കട്ടെ, ഇൻ കേസ് വരുന്നതിന് മുന്നേ, മനുഷ്യൻ്റെ കാര്യമാണ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരുന്നതിന് മുന്നേ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നിങ്ങളുടെ വണ്ടിയിൽ ഈ ഒരു ഡാഷ് ക്യാമറ വാങ്ങി വെക്കുന്നത് എന്നും നല്ലതാണ്. ഫ്രണ്ട് മാത്രമല്ല, കഴിവതും ഫ്രണ്ടും ബാക്കും കിട്ടുന്ന രീതിയിലുള്ള ക്യാമറ തന്നെ വാങ്ങി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മുടെ പുറകിൽ കൊണ്ട് ഇടിച്ചാലും നമ്മളായിരിക്കും ചിലപ്പോൾ കുറ്റക്കാർ. ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡാഷ് ക്യാമറ കമ്പനിയിൽ നിന്ന് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ഒരു നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.